ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ല. നെല്ലിനു പകരം അവിടെ പുല്ലും കളയും വളരും. ആരും പണിക്കിറങ്ങില്ല. വർഷം 1863. ഓഗസ്റ്റ് 28-ന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ഗ്രാമത്തിൽ അയ്യന്റെയും മാലയുടെയും മകനായി കാളി ജനിച്ചു. ദളിതരെ മനുഷ്യരായി പോലും കാണാതിരുന്ന ഉച്ചനീചത്വങ്ങൾ കൊടികുത്തി നിന്ന ആ സമൂഹത്തിൽ കാളി വളർന്നു. ജന്മിമാരുടെ നെല്ലറകൾ നിറയ്ക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമായി ദളിതരെ കണ്ടിരുന്ന അന്ന് തങ്ങളുടെ സമുദായത്തിലുള്ളവർക്കും വിദ്യാഭ്യാസം വേണമെന്ന് കാളി സ്വപ്നം കണ്ടു. അത് വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നില്ല. ഇരുമ്പിന്റെ ഞരമ്പും ഉരുക്കിന്റെ മനക്കരുത്തുമുള്ള ഒരു യുവാവിന്റെ ദൃഢനിശ്ചയം കൂടിയായിരുന്നു. ഒരിക്കലും പിന്നോട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിന്റെ നേർസാക്ഷ്യമായിരുന്നു പിന്നെ തിരുവിതാംകൂർ സാക്ഷ്യം വഹിച്ചത്. പൊതുനിരത്തുകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചിരുന്ന ആ നിരത്തുകളിലൂടെ കാളി വില്ലുവണ്ടിയുമായി ഏറെ ദൂരം താണ്ടി വന്നു. കാതിലെ കടുക്കനും തലപ്പാവും ധരിച്ചിരുന്ന കസവുമുണ്ട് പോലും അന്നോളം നിലനിന്നിരുന്ന സിസ്റ്റത്തെ മാറ്റിമറിക്കുന്നതിനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നു. പല ദുഷ്ടശക്തികളും ആക്രമിക്കാനെത്തിയെങ്കിലും കാളിയുടെ മനക്കരുത്തിനു മുന്നിൽ അവർക്ക് അടിയറവ് പറയേണ്ടി തന്നെ വന്നു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മാറുമറക്കൽ സമരത്തിനും കാളി മുൻപന്തിയിൽ തന്നെയുണ്ടായിരുന്നു. സമര പോരാട്ടത്തിന്റെ ഭാഗമായി എറിഞ്ഞ ആ കല്ലുമാലകൾ ചെന്ന് തകർത്തത് അത്രയും കാലം നിലനിന്നിരുന്ന ജാതീയ ചുമരുകളെയായിരുന്നു. പഞ്ചമി എന്ന പുതിയ പെൺകുട്ടിയെ പള്ളിക്കൂടത്തിന്റെ ബെഞ്ചിൽ കൊണ്ടിരുത്തിയത് വിദ്യാഭ്യാസം ഒരു സവർണന്റെയും കുത്തവകാശമല്ലെന്ന വലിയൊരു സത്യത്തെ ഊട്ടി ഉറപ്പിക്കലായിരുന്നു. കാളി എന്ന നവോത്ഥാന നായകനെ മതം മാറ്റിയാൽ അദ്ദേഹത്തിന്റെ അനുയായികളിൽ വരുന്ന അനേകം പേരെ മതം മാറ്റാൻ കഴിയുമെന്ന് കണക്കുകൂട്ടിയവർക്ക് മുൻപിലും അദ്ദേഹം തന്റെ സ്വത്വബോധം പണയം വെക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് പ്രവർത്തിച്ചു കാണിച്ചു. ഒപ്പം മറ്റൊരു ചരിത്ര നിയോഗത്തിനും അദ്ദേഹം മുൻകൈയെടുത്തു. ഇനി ആരെയും നിർബന്ധിച്ച് മതം മാറ്റരുതെന്ന ആ വലിയ മാറ്റത്തിന് അന്നു മുതൽ തുടക്കമായി. നവോത്ഥാന നായകനെന്ന് വാഴ്ത്തിപ്പാടുമ്പോഴും അയ്യങ്കാളി ഹിന്ദുമതത്തിനെതിരാണെന്നും എന്തിനു പറയുന്നു ഹൈന്ദവനല്ലെന്നു പോലും പല ഹിന്ദു വിരുദ്ധരും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഇന്നും അറിയാത്തത് ഒന്നു മാത്രമാണ്. അയ്യങ്കാളിയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. ഹിന്ദുമതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാൻ അയ്യങ്കാളി തീരുമാനിച്ചു. ദുഷിച്ചു പോയത് ഹിന്ദുമതമല്ല, അതിലെ തത്വങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോയ വ്യക്തികളാണ്. അതുകൊണ്ട് ഈ മതവും സംസ്കാരവും വിട്ട് എങ്ങും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതായിരുന്നു. അതെ, അയ്യങ്കാളി ഒരു നായകൻ തന്നെയായിരുന്നു. ഇന്നാട്ടിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളെ, മേൽക്കോയ്മയെ തകർത്തെറിഞ്ഞ പോരാട്ടവീരൻ. പിന്നോക്ക വിഭാഗക്കാർക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ആശയവും ആവേശവും ധൈര്യവും ലക്ഷ്യബോധവും നൽകിയ നേതാവ്. മനോവീര്യം മതി ഏത് തെറ്റിനെയും എതിർക്കാൻ എന്ന് തെളിയിച്ച അയ്യന്റെയും മാലയുടെയും മകൻ കാളി എന്ന അയ്യങ്കാളി.